ഹലോ ഫ്രണ്ട്സ്, ഡേയ്സ് വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. ഇന്ന് എനിക്ക് മടി പിടിച്ചിരിക്കുന്ന ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞ് ഞാൻ പതിയെ ബെഡിൽ നിന്നൊക്കെ എഴുന്നേറ്റ് ഇനി ഇങ്ങനെ ഇരുന്നാൽ ശരിയാവത്തില്ല, എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണം അല്ലേ. ഇത്രയും നേരം എന്തായാലും മടി പിടിച്ച് പോയി, ഇനി ബാക്കി സമയം കളയത്. പണ്ടാണെങ്കിലും ഞാൻ ഈ സമയവും ഇത്രയും നേരം മടി പിടിച്ചിരുന്നല്ലോ എന്ന് ഓർത്തിട്ട് കളയുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ അങ്ങനെയല്ല, പിന്നെ ബാക്കി കിട്ടുന്ന സമയം അതെങ്കിലും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കാമെന്ന് വിചാരിക്കും. ചെറിയ കാര്യങ്ങൾക്ക് ഇങ്ങനെ പിണക്കൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ സങ്കടമൊക്കെ കൊണ്ട് അങ്ങ് കിടക്കും, പിന്നെ അങ്ങ് മടിയാവും. ഫോൺ ഉപയോഗിച്ച് ഇങ്ങനെ സമയം മൊത്തം കളയാണ് ചെയ്യാറ്. അങ്ങനെ ഇന്നിപ്പോൾ ഉച്ച വരെയുള്ള സമയം പോയി. നേരത്തെ നമ്മുടെ വീഡിയോ ചെയ്ത പോലെ മോർണിംഗ് എല്ലാം എഴുന്നേറ്റു, മോർണിംഗ് വർക്കൗട്ടും ബാക്കി ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങളും മെഡിറ്റേഷൻ അങ്ങനെ എല്ലാം ചെയ്തു. അതിന് ശേഷമായിരുന്നു ഇഷ്യൂ ഒക്കെ കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ ടൈം ടേബിൾ കുറച്ച് നേരം നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. അതങ്ങനെയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ടൈം ടേബിൾ എഴുതി വെച്ചെന്ന് എഴുതി കറക്റ്റ് അതുപോലെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. നമ്മൾ റോബോട്ടൊന്നും അല്ലല്ലോ, മനുഷ്യനല്ലേ, നമുക്ക് ഇമോഷൻസ് ഒക്കെ ഉണ്ടാവും. സോ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ബാക്കി സമയമെങ്കിലും യൂട്ടിലൈസ് ചെയ്യാമെന്ന് എഴുതി എഴുന്നേറ്റു. അതിനുശേഷം ചെറിയതായിട്ടൊന്ന് റൂമും ക്ലീൻ ചെയ്തു, ഒന്ന് കുളിക്കുകയും ചെയ്തു. കുളിക്കുമ്പോൾ തന്നെ ഒന്ന് ഫ്രഷ് ആവും. ഇത്രയും നേരം മടിയെ പിടിച്ച് അതൊക്കെ അങ്ങ് പോകും. അതിനുശേഷം ഞാൻ ഒരു ഫേസ് പാക്ക് ഒക്കെ അപ്ലൈ ചെയ്തു, ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി. ഫോക്സ് സ്റ്റൈലിൻ്റെ ഒരു ഫേസ് മാസ്ക് ആണ് ഞാൻ അപ്ലൈ ചെയ്തത്. ഇതൊരു ലാവൻഡർ കളറാണ്. എനിക്ക് ഈ ലാവൻഡർ കളർ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫേസ് മാസ്ക് എന്നും കുറച്ച് നാളായി വാങ്ങിച്ചിട്ട്. അപ്പോൾ അധികം യൂസ് ചെയ്യാറില്ല. ഇതുപോലെ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് മടിയൊക്കെ പിടിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഫ്രഷ് ആയി ഒന്ന് പുതുതായിട്ടൊന്ന് തുടങ്ങാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഫേസ് മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ ഒരു ബുക്ക് വായിക്കാനായിട്ട് എടുത്തു. അറ്റോമിക് ഹാബിറ്റ്സ് എന്ന ഈ ഒരു ബുക്കാണ് വായിക്കാൻ എടുത്തത്. ഇത് ആക്ച്വലി ഞാൻ വായിച്ചിട്ടുള്ള ബുക്കാണ്. അപ്പോൾ ഇപ്പോൾ ഒന്നും കൂടി അത് ഞാൻ പുതുതായിട്ട് ഒന്നും കൂടി വായിക്കുവാണ്. കാരണം ഞാൻ കുറേ കാര്യങ്ങളൊക്കെ അതിൽ മറന്നുപോയി. അപ്പോൾ അത് നല്ലൊരു ബുക്കാണ്. കാരണം നമുക്ക് പുതിയ ശീലങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനും അങ്ങനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബുക്കാണ്. ഇപ്പോൾ ഞാൻ കൂടുതൽ ഇങ്ങനത്തെ ബുക്സൊക്കെയാണ് വായിക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ടൈപ്പ് ബുക്കുകളുള്ള ഒരു വീഡിയോ ഞാൻ ഇനി ചെയ്യാം. നമ്മൾ ഡെയിലി 2 പേജ് ബുക്ക് വായിക്കണം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ നോവൽ അങ്ങനെയുള്ളതല്ല വായിക്കേണ്ടത്. ഇതുപോലെ നമ്മുടെ ലൈഫ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരുപാട് ബുക്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വായിക്കാൻ ശീലിക്കാം. അതിനോടൊപ്പം നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് നോവൽ അങ്ങനെയുള്ള ബുക്സ് വായിക്കണമെങ്കിൽ അത് വായിക്കാം. പക്ഷേ നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും ഡെയിലി 2 പേജ് വായിക്കുന്നത് ഈ ഒരു ടൈപ്പ് ബുക്കായിരിക്കണം. ഇപ്പോൾ ഇന്നത്തെ ഒരു ദിവസം തന്നെ എടുത്ത് നോക്കൂ. ഞാൻ മടി പിടിച്ച് കിടന്നല്ലേ ഒരു ഉച്ച വരെ. അതിനുശേഷം എനിക്ക് വേണമെങ്കിൽ വീണ്ടും മടി പിടിച്ച് കിടക്കായിരുന്നു. പക്ഷേ ഞാൻ എന്നെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഞാൻ എഴുന്നേറ്റു അല്ലേ. അതിനുശേഷം ഞാൻ റൂം ക്ലീൻ ചെയ്തു, ഞാൻ കുളിച്ചു, ബുക്ക് വായിച്ചു, ഒരു ഫേസ് മാസ്ക്, എൻ്റെ സ്കിൻ കെയർ ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റി. വെറുതെ ഞാൻ മടി പിടിച്ച് കിടന്നിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും ഫോൺ യൂസ് ചെയ്ത് കിടന്ന് എനിക്ക് കൂടുതൽ അത് സ്ട്രെസ്സും ഇഷ്യൂസും മെൻ്റൽ ഹെൽത്തും ഒക്കെ ഉണ്ടാക്കിയുള്ളായിരുന്നു. എൻ്റെ കയ്യിൽ ഇതുപോലെ ഒരുപാട് ബുക്സ് ഉണ്ട്. ഇതുപോലുള്ള ഒരുപാട് ബുക്സ് ഒരു വട്ടമല്ല 2 3 തവണ വായിച്ച് അത് നന്നായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയുള്ള ഹാബിറ്റ്സ് കാര്യങ്ങളായാലും ഈ ഒരു ടൈപ്പ് വീഡിയോസൊക്കെ ആയാലും ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ വായിച്ച് ആ നേടിയ അറിവാണ് എനിക്ക് നിങ്ങൾക്ക് പകർന്നു തരാനായിട്ടും പറ്റുന്നത്. അപ്പോൾ ഞാൻ വായന നിർത്തിയിട്ടില്ല. ഞാൻ ഇനിയും ഇപ്പോൾ ഈ ഒരു ബുക്ക് തന്നെയായാലും ഞാൻ ഒരു തവണ വായിച്ചതാണ്. 1 2 തവണ ഞാൻ വായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ വീണ്ടും വായിച്ചു അല്ലേ. അത് ഈ ടൈപ്പ് ബുക്കുകളൊക്കെ നമുക്ക് അങ്ങനെ ഒരു തവണ വായിച്ചതുകൊണ്ട് അതിൻ്റെ ഫുൾ കണ്ടന്റ് നമുക്ക് നമ്മുടെ ലൈഫിലായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് 2 3 തവണയൊക്കെ വായിക്കേണ്ടി വരും. സാധാരണ നോവലൊക്കെ നമുക്ക് ഒരു തവണ വായിച്ചാൽ അത് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുമല്ലോ. സോ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വായിക്കുക, നമ്മൾ വീണ്ടും അത് ഓർത്തെടുക്കും. ആ ഒരു രീതിയൊക്കെ നമുക്ക് നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിന് ശേഷം കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞാൻ പഠിക്കാനിരുന്നു. ഒരുപാടൊന്നും ഞാൻ പഠിക്കുന്നില്ല, ഒരു മടി പിടിച്ച ദിവസമല്ലേ. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ദിവസം പഴി പോകരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും കുറച്ച് പഠിക്കാമെന്ന് എഴുതിയാണ് പഠിക്കാനിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ മടി മാറ്റണമല്ലോ. അപ്പോൾ അതിനും കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോ എടുത്ത് ചെയ്യുന്നത്. അതോടൊപ്പം നിങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആവാമല്ലോ. അപ്പോൾ ഇങ്ങനെ മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളും ജസ്റ്റ് എഴുന്നേറ്റ് ചെറിയ രീതിയിലൊന്ന് ഫ്രഷ് ഒക്കെ ആയി, ഒരുപാടൊന്നും പഠിക്കേണ്ട, ഒരു 2 3 പേജ് പഠിക്കാൻ നോക്കുക. നമ്മുടെ ടൈം ടേബിൾ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. അതിൻ്റെ അടുത്ത പാട്ട് ഞാൻ ഇടുന്നതായിരിക്കും. ഇപ്പോൾ നീ ഇന്നൊന്നും പഠിച്ചില്ലെന്ന് വെക്ക്, നിനക്ക് രാത്രിയാകുമ്പോൾ ഭയങ്കര കുറ്റബോധം വന്നു. എന്താ ചെയ്യുക? കുറ്റബോധം കൊണ്ട് സങ്കടപ്പെട്ടിരിക്കാനാണെങ്കിൽ അവിടെ ഇരിക്കാം. അവിടെ നിന്ന് നീ എഴുന്നേറ്റ് ഒരു ടോപ്പിക്ക് പഠിച്ചു, 2 പേജ് വായിച്ചു, നന്നായിട്ട് മനസ്സിരുത്തി വായിച്ചു. ആ 2 പേജ് നിനക്കായില്ലേ? അവിടെ നിന്ന് ക്വസ്റ്റ്യൻ വന്നാൽ നിനക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലേ? അപ്പോൾ അതാണ് വേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്തായാലും പോയി. എന്നാൽ അവസാന നിമിഷം നമ്മൾ ആ ഒരു ദിവസം ഒരു ചെറിയ രീതിയെങ്കിലും പ്രയോജനപ്പെടുത്തി എന്ന് നമുക്ക് ഉറപ്പ് വരണം. എങ്കിൽ നമുക്ക് രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങാം അല്ലേ. അപ്പോൾ ഒന്നുമല്ലാത്തൊരു ദിവസം അവിടെ നിന്ന് നമുക്ക് 1 മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വന്നാൽ ആ ഒരു നിമിഷം, അതായത് ആ ഒരു അരമണിക്കൂറായിരിക്കും നീ പഠിച്ചത്, അത് നിനക്ക് പ്രയോജനപ്പെട്ടില്ലേ? അപ്പോൾ ഒന്നും ചേർത്ത് മടി പിടിച്ച് കിടക്കുകയാണെങ്കിൽ എഴുന്നേൽക്കുക, ജസ്റ്റ് ഫ്രഷ് ആവുക. ഒരു അരമണിക്കൂർ നിന്നെ കൊണ്ട് പറ്റുന്ന അത്ര നീ പഠിച്ചാൽ മതി. പക്ഷേ നീ ആ പഠിക്കാൻ കാണിച്ച മനസ്സുണ്ടല്ലോ, അതിനെന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് ഫലം ഉറപ്പായിരിക്കും. തളരരുത്, നിന്നെ കൊണ്ട് പറ്റും. നിന്റെ സ്വപ്നങ്ങളെല്ലാം നീ അച്ചീവ് ചെയ്തിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.